എനിക്ക് റൊമാൻറ്റിക്കൽ വീഡിയോയിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ താരമായിട്ട് നിൽക്കുന്ന രേണുസുതിയാണ്. നീ റൊമാൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്ന് വിവരിച്ചു തന്നാൽ വളരെ നല്ലതായിരിക്കും. നീ ചുമ്മാ. പിന്നെ രാമേന്ദ്ര, എനിക്ക് വേറൊരു മോഹം ഉണ്ടായിരുന്നു. എന്താണാവോ? രേണുസുതിയായിട്ട് എനിക്ക് റൊമാൻറ്റിക്കൽ വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കുറെ നാളായി എനിക്കൊരു ആഗ്രഹമുള്ളത്. ഈ നാട്ടിൽ നിന്ന് പൊക്കോണം. എന്റെ കയ്യിൽ കിട്ടിയ പെട്ടിക്കൊന്ന് ഞാൻ കെട്ടിത്തൂക്കും. എന്താ അഭിപ്രായം? നല്ലൊരു വ്യക്തിയാണ്. കാരണം സുധിച്ചേട്ടൻ മരിച്ചത് പിന്നെ പുള്ളിക്കാരി ഒരുപാടധികം കഷ്ടപ്പെട്ടാണ് ഇപ്പൊ. എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അത് പിന്നെ ആ പിള്ളാരെ വളർത്താനായിട്ട് ആ പെങ്കൊച്ചു കിടന്ന് കഷ്ടപ്പെടലുണ്ടല്ലോ. എല്ലാം അറിഞ്ഞിട്ടും എന്തിനാ ഓമൻ എന്നെ ഇങ്ങനെ നാറ്റിക്കുന്നത്? ചെയ്യാൻ പാടില്ലാത്ത ഞാൻ ചെയ്തത്. ഇതുപോലെ പലതും ചെയ്തിട്ടുണ്ട്. കാശിന് വേണ്ടിയാ. ഒരിറ്റ തുണി പോലും ഇല്ല ഇപ്പൊ കഷ്ടപ്പെടുമ്പോഴത്തേക്കിന്. നിന്റെയൊക്കെ നിലവാരം അതായി പോയല്ലോടാ. അത്രയധികം ബുദ്ധിമുട്ടിയാണ് ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. സ്വന്തമായിട്ടൊരു തുണി മേടിക്കാൻ പൈസ ഇല്ല. അങ്ങനെ എവിടെങ്കിലും കീറി അത് തയ്ക്കാൻ നൂല് മേടിക്കാൻ പൈസ ഇല്ല. കുഞ്ഞുകുട്ടാ, നിനക്ക് നഗരജീവിതമല്ല നരകജീവിതമേ വിധിച്ചിട്ടുള്ളൂ. നിന്റെ കാര്യം പോക്കണം. വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാര് പുള്ളിക്കാരനെ പറ്റി മോശമായിട്ടൊക്കെയല്ലേ പറയുന്നത്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. പുള്ളിക്കാരിനെ എനിക്ക് അങ്ങനെ നെഗറ്റീവായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് ഏറ്റവും അങ്ങനെ തോന്നത്തില്ല. എന്താ കാര്യം? അതിന് ഒരു ബുദ്ധി വേണം. അതിവനില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ നല്ലൊരു വ്യക്തിയാണ് പുള്ളിക്കാരി. നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിത്വത്തിന്റെ അടിമ. എനിക്ക് അത്രയും രേണുവിന്റെ വലിയൊരു ഫാനും കൂടിയാണ് ഞാൻ. ചേച്ചിയുടെ ആരാധകനാ. എന്നെ സ്നേഹിക്കുന്നവർ ഇപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ട്. ചേച്ചി, നിങ്ങൾക്ക് തെറ്റി. നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരാരും നിങ്ങളെ സ്നേഹിക്കുന്നവരല്ല. എന്നാലേ ഇത് തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. സുധിയുടെ മൂത്ത മകന്റെ കാര്യം നാളേക്ക് മൂത്ത മകനും ആ ഫാമിലി മുഴുവനും നാറ്റിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായത്. കുടുംബത്തിന് നാണം കെടുത്താൻ ജനിച്ച തെണ്ടി. എനിക്ക് പോകാൻ അല്പം ധൃതിയുണ്ട്.